കണ്ണൂർ പരിയാരത്ത് മക്കളുമായി കിണറ്റിൽ ചാടി യുവതി ജീവനെടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു. ധനേഷ് ധനജ ദമ്പതികളുടെ മകൻ ധ്യാൻ കൃഷ്ണയാണ് മരിച്ചത്. ധനജ ജൂലൈ 25-നാണ് കുട്ടികളുമായി കിണറ്റിൽ ചാടിയത്. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, തികച്ചും ദൗർഭാഗ്യകരമായ ഒരു സംഭവം. ഇപ്പോൾ കുഞ്ഞു മരിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീനിധി, കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു 6 വയസ്സുകാരനായ ഈ കുട്ടിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 25-നാണ് 2 കുട്ടികളുമായി 6ഉം 4ഉം വയസ്സുള്ള കുട്ടികളുമായി ഈ ധനജ കിണറ്റിൽ ചാടിയത്. അന്ന് നാട്ടുകാരും ഉടൻ തന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി. നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാം ചേർന്ന് ഈ അമ്മയെയും 2 കുട്ടികളെയും കരക്കെടുക്കുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. ആ സമയത്ത് തന്നെ ഈ 6 വയസ്സുകാരനായ ധ്യാൻ കൃഷ്ണന്റെ സ്ഥിതി ഗുരുതരമാണ് എന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു. ജീവൻ രക്ഷിക്കാനുള്ള പരമാവധി ശ്രമമാണ് പിന്നീട് ഡോക്ടർമാർ നടത്തിയത്. എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല. ഈ കിണറ്റിൽ ചാടിയ സംഭവം അത് ഭർത്തൃ വീട്ടിലെ പീഡനം കൊണ്ടാണ് എന്നുള്ളത് ധനജയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ആ ഘട്ടത്തിൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ ധനജയുടെ ഭർത്താവിന്റെ അമ്മ ശ്യാമളയുടെ പേരിൽ പരിയാരം പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോഴും ഈ ധനജയും 4 വയസ്സുള്ള കുട്ടിയും നേരത്തെ തന്നെ ഈ അപകടനില തരണം ചെയ്തിരുന്നു. എന്നാൽ 6 വയസ്സുകാരനായ ധ്യാൻ കൃഷ്ണയാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ തുടർന്നിരുന്നത്. ധ്യാൻ കൃഷ്ണയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്.